ഹലോ ഗേയ്സ്, നമസ്കാരം. ഞങ്ങൾ ഇന്ന് സൺഡേ വൈബിൽ എന്താണ് പരിപാടി എന്ന് വെച്ചാൽ, അതായത് പിള്ളേരൊക്കെ ഇങ്ങനെ രണ്ടാളി കുളിക്കാൻ വിളിച്ചിട്ട് കിട്ടില്ല. അതിൽ മഴ ചെറുതായിട്ടുണ്ടായതാനും ഞാൻ ഏതായാലും കുളിക്കാൻ കിട്ടാൻ ഇന്ന് ഞാൻ ഒറ്റപ്പെട്ടു പോയതാണ്. അതിൻ്റെ അർത്ഥം വൈഫിന് PSC ടെസ്റ്റ് ഉണ്ടായതുകൊണ്ട്, പരീക്ഷ ഉണ്ടായതുകൊണ്ട് ആളെയും കൊണ്ട് കുട്ടികളൊക്കെ എന്നെ ഏൽപ്പിച്ചു പോയി. അതിൽ പിള്ളേർ കുളിക്കാൻ പറ്റില്ല. അതിൽ ഞാൻ അടുത്തുള്ള പുഴയിൽ പോകുന്നത് ഞങ്ങൾ ഒരിക്കൽ മുന്നേ വന്നിട്ടുണ്ട്. അന്ന് ഇത്ര മഴയൊന്നും ഇല്ലായിരുന്നോ. പക്ഷെ ഇപ്പോൾ വന്ന് നോക്കുമ്പോൾ ഒരു വെരി ഡേഞ്ചറാണ്. മുകളിൽ കുളിക്കാനും തീരെ പറ്റില്ല. അല്ലെങ്കിൽ മുകളിൽ വെള്ളത്തിൽ ചാടിയതാണ്. അപ്പോൾ നോക്കുമ്പോൾ പിള്ളേരും കൊണ്ട് താഴെ തന്നെ നിന്നു. ഞാൻ പേടിയാവുക. അപ്പോൾ ആ ഒരു കുട്ടീൻ്റെ മീനൊക്കെ പിടിച്ചതാ കണ്ടോ, അതിനൊരു മനഞ്ഞിലിനൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇതിൻ്റെ കഥ എന്താണെന്ന് വെച്ചാൽ, ഈ കുട്ടി ഇന്നത്തെ പോയി കണ്ടങ്ങള് പിന്നെ അങ്ങനെ ഇതിൻ്റെ എന്താ പറയുക, ഈ സമയത്തിൻ്റെ ഈ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ താഴ് ഭാഗത്തൊക്കെ ഉള്ളൊരു സുഖം എന്താ വെച്ചാൽ അത് അത്ര ഒലിവില്ല. എന്നാലും പിള്ളേരും കൂടെ ഒക്കെ താഴെയൊക്കെ അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് കാണാനും അതായത് കുളിക്കാനോ വരും. പക്ഷേ മേൽഭാഗത്ത് നമ്മളെപ്പോഴും ഒരേ സമയം പോലെ കാണാൻ പറ്റില്ല. കാരണം അത്ര ഒലിവുണ്ടാവും. ഇപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്ത് എന്നാലേ നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചതാണ്. എന്നാലും കുഴപ്പമൊന്നുമില്ല. ഞങ്ങളെ കയറ്റി ആ സണ്ണിൽ പൊളിച്ചുകൊണ്ട് പോകും. ഇയാൾ കുറച്ചുകൊണ്ടിരിക്കുകയാണ് മക്കളെ. പിന്നെ ഇതെന്താ, ഹലോ. അങ്ങനെ ആ മീനിനെ ഞാൻ രണ്ടാമത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഇയാൾക്ക് ഈ മീനിനെ ഒന്നുകൂടി കാണിച്ചു കൊടുക്കാൻ വേണ്ടി ലൈവാക്കി ആ മീനിനെ തൊടുന്നത് ഭയങ്കര ഇതാണ്. അങ്ങനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ആ കുട്ടിൻ്റെ അടുത്ത് വാങ്ങിയിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കായിരുന്നു. അത് കാണുന്ന സംഭവം എന്ന് വെച്ചാൽ ഇവരിങ്ങനെ അതിൻ്റെ കയ്യിൽ നിന്ന് ചാടിപ്പോയി. അയ്യോ. അങ്ങനെ ആ കുട്ടിക്ക് ലാസ്റ്റ് എന്ത് ചെയ്ത്, പിന്നെ അവൻ മുങ്ങിത്തപ്പ ഇത് എടുക്കാൻ വേണ്ടിയൊക്കെ നോക്കി. പക്ഷെ സംഗതി കിട്ടിയില്ല. പിന്നെ ആ കുട്ടിക്ക് ഞാൻ അവന് ഗിഫ്റ്റായിട്ട് ഒരു എമൗണ്ട് കൊടുക്കേണ്ടി വന്നു. അതുകൊണ്ടില്ല, ഒത്തിരി നമ്മൾ മനസ്സിന് ഭയങ്കര പ്രയാസം. എൻ്റെ കയ്യിൽ നിന്ന് ചാടിപ്പോയതാണ്. അങ്ങനെ ഞാൻ അവനതിൻ്റെ ക്യാഷും കൊടുത്ത് ഇതാ പിന്നെയും കുളിക്കുകയാണ്. പൊളിച്ച് അവിടുന്ന് എന്താ പറയുക, അന്നത്തെ ദിവസം നല്ല തണുത്തുറങ്ങി. ഇവിടെ ഇങ്ങനെയൊക്കെ ഒരു ദിവസത്തിൽ നമ്മൾ ഇങ്ങനത്തെ സ്ഥലത്ത് പോയിട്ടുള്ളൊരു ഗുണം എന്താ വെച്ചാൽ, നമുക്ക് ഒരുപാട് എന്താ പറയുക ടെൻഷൻസും കാര്യങ്ങളൊക്കെ ഒഴിവായിരിക്കും. ഇങ്ങനത്തെ ഒരു ദിവസം നമ്മൾ നല്ലോണം തണുത്ത് എണ്ണ വെച്ച് കുളിച്ച് വൃത്തിയായിട്ട് ഇത്